ഹായ് ഹലോ നമസ്കാരം. നമുക്കിന്ന് കാരമൽ സേമിയ പായസം ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുത്തു വയ്ക്കാം. ഞാനൊരു കുക്കറാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2-3 സ്പൂൺ പഞ്ചസാര നിരത്തിയിട്ട് കൊടുക്കാം. അടികരിയാതെ പഞ്ചസാര ചെറിയ തീയിലിട്ട് ചെറുതായി ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് പഞ്ചസാര കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. ചെറിയ തീയിലിട്ട് നിറം മാറുന്നത് വരെ പഞ്ചസാര ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പഞ്ചസാര. പഞ്ചസാര നിറം മാറിക്കഴിഞ്ഞാൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. പാലും തീ കൂട്ടി വെച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ചെറിയ തീയിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇളക്കാൻ പ്രയാസമായിരിക്കും. പഞ്ചസാര കട്ടിയായതിൻ്റെ പേരിലാണ്. പാൽ ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നല്ലതുപോലെ തീ കൂട്ടി വെച്ച് പഞ്ചസാര ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്ത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് 1 കപ്പ് വറുത്ത സേമിയാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. സേമിയ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ മിൽക്ക് മേടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ല കാരമൽ സേമിയ പായസം റെഡിയായി. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള പായസമാണ്. ഇതിൻ്റെ നിറം ഒക്കെ മാറി തുടങ്ങി. ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നിറം മാറിയതിന് ശേഷം പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. കുറച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. നല്ല കാരമൽ സേമിയ പായസം റെഡിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക.